ശരി. ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ എന്തായാലും ബി ജെ പിയുടെ ഒരു തന്ത്രം എന്ന രീതിയിൽ തന്നെ ഇതിനെ കാണാമല്ലോ. താങ്കളും അത് സമ്മതിക്കുകയാണല്ലോ. തരൂരിന് വേണ്ടി ഇങ്ങനെയുള്ള കാർഡ് എന്തായാലും ഇറക്കും ബി ജെ പി. അതിൽ തരൂർ വീണു പോകുന്നു എന്ന് പറയാൻ പറ്റില്ല. തരൂരും ആ രീതിയിൽ തന്നെ, തരൂർ ഇതൊന്നും അറിയാത്ത ആളല്ലല്ലോ. കോൺഗ്രസിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ പുറത്താക്കപ്പെടുക, ആ ഒരു ലക്ഷ്യത്തിലാണ് തരൂർ ഇപ്പോഴും നിൽക്കുന്നത്. കേൾക്കുന്നില്ല. ഹലോ, കേൾക്കാം? കേൾക്കാം. ഓക്കെ. അഭിലാഷേ, റഷ്യൻ പ്രസിഡന്റ് പുടിന് രാഷ്ട്രപതി കൊടുത്തിരിക്കുന്ന അത്താഴ വിരുന്ന് ഒരു രാഷ്ട്രീയ പരിപാടിയല്ല. അതായത് ഒരു സർവകക്ഷി യോഗമല്ല. അത് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായി നടന്ന വലിയൊരു ഒരു 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 പ്രധാനപ്പെട്ട ചടങ്ങാണ്. അവിടെ ഈ കോട്ട വെച്ച ഇത്ര പ്രധാന പ്രതിപക്ഷ കക്ഷിക്ക് ഇത്ര, മറ്റേ പാർട്ടികൾക്ക് ഇത്ര എന്ന് വീതിച്ചു കൊടുക്കുന്ന ഒരു ഏർപ്പാടല്ല അത്. അവിടെ വരേണ്ടതും അവിടെ സംസാരിക്കേണ്ടതും അവിടെ അറ്റൻഡ് ചെയ്യേണ്ടതും അതിന് യോഗ്യതയുള്ളവർക്കും ആ കാര്യങ്ങൾക്ക്, രാജ്യത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നവരാണ്. അത് ഇപ്പം അതിന് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചില്ല, പ്രതിപക്ഷ നേതാവിനെ അവിടെ ഒന്നും ചെയ്യാനില്ല. ഇതൊരു രാഷ്ട്രീയ പരിപാടി അല്ല. ഒരു കീഴ്വഴക്കവും കാര്യങ്ങളും ഉണ്ടല്ലോ. മുമ്പ് വാജ്പേയിയെ ക്ഷണിച്ചിട്ടുള്ളതാണല്ലോ. അതെ, വാജ്പേയിയെ ക്ഷണിച്ചിട്ടുണ്ട്. വാജ്പേയി വിദേശകാര്യ വിദഗ്ധനാണ്. അദ്ദേഹം മുൻ വിദേശകാര്യ മന്ത്രിയാണ്. അദ്ദേഹം വിദേശകാര്യ രംഗങ്ങളിൽ അദ്ദേഹം പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഏതെങ്കിലും ഒരു മേഖലയിൽ വിദേശകാര്യ വിദഗ്ധൻ അങ്ങനെ പ്രാഗൽഭ്യം തെളിയിച്ച് ഈ രാജ്യത്തിന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്ത വ്യക്തിയാണോ? അല്ലല്ലോ. അദ്ദേഹം ചെയ്ത് ഇനി അതവിടെ നിൽക്കട്ടെ. ഭരണഘടനാ പരമായി തന്നെ ഇദ്ദേഹത്തിന് നമ്മുടെ സ്വാതന്ത്ര്യദിന പരേഡിന് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചു, വന്നില്ല. ഖാർഗെ വിളിച്ചു, വന്നില്ല. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് വിളിച്ചു, വന്നില്ല. അങ്ങനെ ഇവിടെ നടക്കുന്ന, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലും ഈ രാഹുൽ ഗാന്ധി ആ പരിസരത്ത് കാണില്ല. അതും കൂടാതെ അദ്ദേഹം ഈ പ്രതിപക്ഷ നേതാവ് എന്ന ആ ഒരു പദവി ഉപയോഗിച്ചുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ വരെ പോയി ഞങ്ങളുടെ നാട്ടിൽ ജനാധിപത്യം നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ നാട്ടിൽ ജനാധിപത്യം മരിച്ചു, ഞങ്ങളെ രക്ഷിക്കൂ, ഇവിടെ ഇതൊരു ഡെഡ് എക്കണോമിയാണ് എന്നീ ലോകം മുഴുവനും പറഞ്ഞു നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളെ ഇനി ഇതുപോലൊരു ചടങ്ങിൽ വിളിച്ച് ഇയാൾ എന്തൊക്കെ കിടന്ന് കോപ്രായം കാണിക്കുമെന്ന് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ പറ്റുന്ന കാര്യമല്ല അത്. അങ്ങനെ കൊണ്ട് കാര്യം നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ച് നോക്കൂ. അങ്ങനെ ഒരു വലിയ ഒരു ഡിപ്ലോമാറ്റിക് ഈവന്റിൽ അവിടെ വന്നിരുന്ന് സംസാരിക്കാനുള്ള യോഗ്യത രാഹുൽ ഗാന്ധിക്ക് ഇല്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നല്ല അങ്ങനെ ഒരു വിശദീകരണം വരുന്നുണ്ട്. ഇതേക്കുറിച്ച് വിവാദമായ സമയത്ത് അവിടെ ഈ സന്ദർശനം നടത്തുന്ന നയതന്ത്ര പ്രതിനിധികളുടെ താല്പര്യം അനുസരിച്ചാണ് ഈ വിരുന്നിന് ആരെയൊക്കെ ക്ഷണിക്കണം എന്ന് പറയുന്നത്. ശ്രീ ഗോപു, ശരിയാണോ അത്തരം കാര്യം? അങ്ങനെ ഒരു പക്ഷേ അവരുടെ അഭിപ്രായം ചോദിച്ചേക്കാം. അത് അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു വസ്തുതയായിരിക്കാം. അപ്പോൾ ആ നിലയ്ക്കൊരു ന്യായം ഇല്ല. ഞാൻ ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഗവൺമെൻറ്റിന് എടുക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. പക്ഷേ ഷാബു പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിക്ക് അതിനുള്ള യോഗ്യതയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇല്ല, നമ്മുടെ ചർച്ച രാഹുൽ ഗാന്ധിയെക്കുറിച്ചല്ല എന്നുള്ളതാണ്. വസ്തുത ശശി തരൂരിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അദ്ദേഹം എടുത്ത നിലപാടിനെക്കുറിച്ചുമാണ് ചർച്ച ചെയ്യുന്നത്. മറുവശത്ത് രാഹുൽ ഗാന്ധിയുടെ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വിദേശ രാജ്യത്ത് പോയി ഇന്ത്യയെ വിമർശിച്ചൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. അതൊക്കെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. നമ്മുടെ രാജ്യം വിട്ട് നമ്മളൊരു മറ്റു രാജ്യത്ത് നിന്ന് മാതൃരാജ്യത്തെ കുറ്റപ്പെടുത്തി ഒരു പ്രസംഗം പോയിട്ട് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പോലും ചെയ്യാൻ പാടില്ല. രാജ്യത്തിനകത്ത് അത് ബേസിക് ഡിപ്ലോമസി അല്ലേ. സാധാരണഗതിയിൽ നമുക്കൊക്കെ വിദേശത്തൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ പഴയ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, നമുക്ക് തരുന്ന അന്നത്തെ കാലത്ത് തരുന്ന ഒരു ഇറ്റിനറി ഉണ്ട്. അതിൽ തന്നെ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. പഴയകാലത്തും തന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു കാലത്ത് ഒരു രീതിയിലും നിങ്ങളുടെ ഔദ്യോഗിക ജോലിക്കപ്പുറം രാജ്യത്തിനെ വിമർശിക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യുന്ന ഒരു സെൻറ്റൻസ് പോലും പറയാൻ പാടില്ല. അപ്പോൾ ഇത് സാധാരണ പുറത്തു പോകുന്നവർക്കത് ബാധകമാകുമ്പോൾ പ്രതിപക്ഷ നേതാവിനത് ബാധകമാണ്. ഏതെങ്കിലും പത്രപ്രവർത്തനം ചോദിച്ചു, അവിടെയൊക്കെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ബ്ലണ്ടറുകൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട്, യാതൊരു തർക്കമൊന്നുമില്ല. അപ്പോൾ അത് നമ്മുടെ ചർച്ച ഇത് ശശി തരൂരിന് താൻ ക്ഷണം സ്വീകരിച്ചത് ചർച്ചയാകുമ്പോൾ അവിടെ രാഹുലിന്റെ അയോഗ്യതയും ചർച്ചയാകുമെന്ന് അറിയാത്ത കാര്യമല്ല, അല്ലേ? ആണല്ലോ, അങ്ങനെയാണല്ലോ. അതും കൂടെ അദ്ദേഹത്തിന് അറിയാം. അതായിരിക്കും ഏറ്റവും കൂടുതൽ ചർച്ചയാകും. കോൺഗ്രസിനെ വീണ്ടും മുറിവേൽപ്പിക്കുക, എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കി കിട്ടുക, ഇതാണ് ഞാൻ പറഞ്ഞത്. സിബി, താങ്കളുടെ അഭിപ്രായം എന്താണ് ഇക്കാര്യത്തിൽ?
മഞ്ജുഷ, എനിക്ക് ആദ്യം ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞ ഒരു പോയിന്റിനുള്ള ഒരു ചെറിയ മറുപടിയാണ്. അദ്ദേഹത്തിന് ജനാധിപത്യത്തിനെ കുറിച്ചും അവിടുത്തെ കീഴ്വഴക്കങ്ങളെ കുറിച്ചും പ്രത്യേകിച്ച് യാതൊരു ധാരണയും ഇല്ലാത്തതുപോലെ, അതായത് ഇല്ലാഞ്ഞിട്ടായിരിക്കില്ല, പക്ഷെ ഈ പറഞ്ഞതുപോലെ ബ്ലൈൻഡായിട്ട് ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. പക്ഷെ സാധാരണഗതിയിൽ വലിയ പുറത്തുനിന്നുള്ള വലിയ മിഷൻസ്, വലിയ ഡിപ്ലോമാറ്റിക് മിഷൻസ് ഒക്കെ വരുമ്പോൾ ഒരു ജനാധിപത്യ സമ്പ്രദായം അനുസരിച്ച് അവിടുത്തെ ഭരണാധികാരിയും അവിടുത്തെ പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവരെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഇന്ത്യയുടെ സർക്കാർ എന്ന് പറയുന്നത് ഈ പ്രധാനമന്ത്രിയും മന്ത്രിമാരും മാത്രം അടങ്ങുന്ന ഒരു സംഗതിയല്ല. ഇന്ത്യയുടെ പാർലമെന്റ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത് പ്രതിപക്ഷം കൂടി അടങ്ങുന്ന ഒന്നാണ്. അപ്പൊ ഇതുപോലുള്ള വലിയ മിഷനുകളിലെല്ലാം സാധാരണഗതിയിലുള്ള എന്റെ അറിവനുസരിച്ചുള്ള ഒരു കീഴ്വഴക്കം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവിനെ കൂടി വിളിക്കുക, അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെ ക്ഷണിക്കുക. കാരണം ഇന്ത്യ എന്നത് ഒരൊറ്റ രാജ്യമായിട്ട് അവിടെ മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ്. അല്ല ഇന്ത്യയിലെ ഭരണപക്ഷം എന്ന നിലയിൽ ഒന്നും, ഇന്ത്യയുടെ പ്രതിപക്ഷം എന്ന നിലയിൽ വേറൊന്നും എന്ന നിലയിൽ വെക്കേണ്ട ഒരു അവസ്ഥ ഉള്ള രാജ്യമല്ല ഇന്ത്യ. അങ്ങനെ ആകരുത്. പക്ഷെ സ്ഥിതി അവിടെ ക്ഷണിക്കപ്പെടുന്ന ചടങ്ങുകളിലേക്ക് അദ്ദേഹം വരുന്നില്ല. ക്ഷണിക്കപ്പെടാത്തിടത്ത് എന്നെ ക്ഷണിച്ചില്ലല്ലോ എന്നും പറയുന്നു. ഇതാണ് ഒരു വൈരുദ്ധ്യമായിട്ട് വരുന്നത്. നമ്മൾ ഇന്റേണലായിട്ട് നടക്കുന്ന ചില ചടങ്ങുകളിൽ അവരുടെ പ്രതിഷേധം അറിയിക്കാൻ വിട്ടുനിൽക്കുന്ന, അതും ജനാധിപത്യമാണ്. നമുക്ക് വിട്ടുനിൽക്കാനുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യമാണ്. പക്ഷേ ഗവൺമെന്റ് ക്ഷണിക്കേണ്ട സ്ഥലത്ത് ക്ഷണിക്കേണ്ടത് ഗവൺമെന്റ് ഉത്തരവാദിത്വമാണ്. അപ്പൊ നിങ്ങൾക്കൊരു കഴിഞ്ഞ തവണ വിളിച്ചപ്പോൾ വന്നില്ല, അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾക്ക് വിളിക്കുന്നില്ല എന്നൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ കൃത്യമായ കീഴ്വഴക്കങ്ങളുള്ള സംഗതിയാണ്. അപ്പൊ ആ ഒരു സംഗതി പാലിക്കുക എന്ന് പറയുന്നത് ബേസിക്കായിട്ട് നമ്മൾ ഉൾക്കൊണ്ട ഒരു ജനാധിപത്യ സംവിധാനമാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. അതായത് ഗോപകുമാർ സാർ ഇപ്പൊ പറഞ്ഞു രാഹുൽ ഗാന്ധി പുറത്തു പോയിട്ട് മറ്റ് ഇന്ത്യയെ വിമർശിക്കുന്നു എന്നൊക്കെ. സത്യത്തിൽ ഇത് തുടങ്ങി വെച്ചത് ആരാണെന്ന് അറിയാമോ? സാറിന് ചിലപ്പോൾ ഓർമ്മ കാണും, അന്ന് സാറ് 2014 നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയപ്പോ അന്ന് അമേരിക്കൻ സന്ദർശന വേളയില് നെഹ്റുവിനെ അതിമാരകമായി അമേരിക്കയുടെ മണ്ണിൽ നിന്ന് വിമർശിച്ചുകൊണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങൾ പുറത്തിട്ട് അലക്കുന്ന പതിവ് തുടങ്ങി വെച്ചത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തിന് സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് മുൻകാലങ്ങളിലെ പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. നെഹ്റു വിമർശനം തുടങ്ങി വെച്ചത് ഇന്ത്യയിൽ നിന്ന് കടന്നു പോകുന്ന ഒരുപാട് പ്രതിസന്ധിക്ക് കാരണം നെഹ്റു ആണ് എന്ന് തുടങ്ങുന്ന വിമർശനം ശ്രീ നരേന്ദ്രമോദി തുടങ്ങി വെച്ചത് അമേരിക്കയുടെ മണ്ണിൽ നിന്നാണ്. അപ്പൊ അദ്ദേഹമാണ് അത് അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ നയങ്ങൾക്ക് വിരുദ്ധമായിട്ട്, അന്ന് വരെയുള്ള നയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഇന്ത്യൻ മുൻ ഭരണാധികാരികളെ ഇന്ത്യയുടെ മണ്ണിന് പുറത്തുപോയി വിമർശിക്കുന്ന ഒരു പതിവ്, ഒരു കീഴ്വഴക്കം ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് അത് ലംഘിച്ചത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി ആദ്യമായി പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത അതേ വർഷമാണ്. അപ്പൊ അതുകൊണ്ട് അതിനുശേഷം നടന്ന എല്ലാ കാര്യങ്ങളും തുടങ്ങി വെച്ചത് അദ്ദേഹമാണ്. ഓക്കെ, ഇനി നമുക്ക് തരൂരിലേക്ക് വരാം. അതായത് തരൂരിന്റെ ഒരു പോസ്റ്റ് ഐഡിയോളജി പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. അദ്ദേഹം തന്നെ ഏറ്റവും അവസാനമായിട്ട് എഴുതിയ ഒരു ലേഖനം ഉണ്ടല്ലോ, എന്തൊരു നമ്മൾ ഈ പോസ്റ്റ് ഐഡിയോളജിയെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം എഴുതിയത്. അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ ഈ പ്രധാനമന്ത്രി ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയാണെന്നും അദ്ദേഹം ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും നമ്മൾ കൂട്ടുനിൽക്കണമെന്നും അദ്ദേഹത്തിന് വിമർശനം മാത്രമാകരുത് കാര്യം എന്നൊക്കെ അദ്ദേഹം വളരെ വിശാലമായിട്ട് ശ്രീ ശശി തരൂർ പറയുന്നുണ്ട്. അപ്പൊ ഈ ശശി തരൂർ ഇതെല്ലാം പറയുന്ന ഒരു അതിന്റെ ആ തലത്തിൽ തന്നെ നമ്മളെടുത്ത് നോക്കിയാൽ ഇത്രയും വലിയൊരു വിദേശ ഡെലിഗേഷൻ, അതായത് കോൾഡ് വാർ കാലത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ സഹായിയായിരുന്ന, ഇന്ത്യയുടെ ഏറ്റവും വലിയ രക്ഷാകവചമായിരുന്ന